വിശാഖ് നായർ ആനന്ദ് വഴി കുപ്പി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിലൂടെ എല്ലാവർക്കും പരിചിതനായിട്ടുള്ളൊരു മച്ചാനാണ്. അപ്പം പുള്ളി വളരെയധികം ഹൈഫൈ കഥാപാത്രങ്ങളിൽ ഈ അടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഈ ലാസ്റ്റ് കണ്ടിട്ടുള്ള ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലും പുള്ളി ഒരു ഹൈടെക് പരിപാടി അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആൻഡ് നെഗ് കഥാപാത്രങ്ങൾ ഈ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു വില്ലനിഷ് സാധനം വളരെ ഈസി ആയിട്ട് പുള്ളിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ പുള്ളി കുറച്ചും കൂടെ നാടൻ കഥാപാത്രം ചെയ്തിരുന്നെങ്കിൽ, അതായത് മലയാളം സംസാരിക്കുന്ന മലയാളിയുടെ ആ ഒരു എല്ലാ പരിപാടിയുമുള്ള മുണ്ടക്ക് മടക്കി കുത്തിയിട്ടുള്ളൊരു സാധനം ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പോയിരുന്നു. ഈ പടത്തിലും അത്തരത്തിലുള്ള ഹൈടെക് പരിപാടിയാണ് പുള്ളി പിടിച്ചിട്ടുള്ളത്. ആൻഡ് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയെ വല്ലാൻ ആ കഥാപാത്രം ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മാതിരി നൈസായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് അത് ഈസിയാണ്, കേക്ക് വോക്കാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് പുള്ളി അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി ബാക്കിയുള്ള ഫ്ലേവറുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആൻഡ് ഈ സിനിമയെന്ന് പറയുന്നത് നല്ലൊരു സ്ക്രിപ്റ്റുള്ള സിനിമയാണ് കേട്ടോ. ഷാഹി കബീർ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത്. പുള്ളി നായാട്ടിൻ്റെ സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇലവിഴ പൂഞ്ചിരയുടെ ഡയറക്ടറാണ്. അപ്പം കിട്ടില്ല സ്ക്രിപ്റ്റ് കൊണ്ട് സിനിമ നന്നാവുമോ അത് പറയാം. അപ്പം സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ, അതായത് ക്ലീഷേകൾ ബ്രേക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മുഴുവൻ നേരവും നമ്മൾ തിയേറ്ററിൽ കണ്ണു വെട്ടാതെ കണ്ടിരിക്കുന്നൊരു സിനിമ തന്നെയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് അതിൻ്റെ സ്ക്രിപ്റ്റ് കൊണ്ടാണ്. ഇനി അങ്ങനെ കണ്ടിരിക്കുന്ന എല്ലാ സിനിമകളും സൂപ്പർ ആവണമെന്നൊന്നും ഇല്ല. അതിലോട്ട് പോകുമ്പോൾ കുഞ്ചാക്കോവൻ്റെ കഥാപാത്രത്തിലോട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പണിംഗ് ഷോട്ടിൽ പുള്ളി വരുന്ന ആ ഒരു സമയം, അതായത് പുള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറുന്ന ആ ഒരു സീനുണ്ട്. മുംബൈ പോലീസിലെ ആൻ്റണി മോസസിനെ അവതരിപ്പിച്ചിട്ട് പൃഥ്വിരാജിൻ്റെ ആ ഒരു എൻട്രി പോലെ തോന്നുന്ന രീതിയിലുള്ള പരിപാടിയായിരുന്നു. ആ കയറി വരലും ആ പെർഫോമൻസും ഒക്കെ. അപ്പം ഇത് വേറെ ലെവലിലേക്ക് പിടിച്ചേക്കുവാണോ കുഞ്ചാക്കോവൻ എന്നൊക്കെ മനസ്സിലിങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അമ്മാതിരി ഡീറ്റെയിൽഡ് നടത്തവും സംസാരവും മേക്കപ്പും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു കിടിലൻ പോലീസ് ഓഫീസർ. അത്തരത്തിൽ ഒരു ഓപ്പണിംഗ് തുടങ്ങിയിട്ടുള്ളൊരു സിനിമയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. പിന്നെ അങ്ങോട്ട് സ്ക്രിപ്റ്റാണ് സിനിമയെ കൊണ്ടുപോകുന്നത്. കുഞ്ചാക്കോവൻ്റെ അഭിനയം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റിന് വേണ്ട രീതിയിലുള്ള പുള്ള അഭിനയം ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. നല്ല കിട്ടിലും ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പുള്ളി എടുത്തു വെച്ചിട്ടുള്ളത്. സ്ക്രിപ്റ്റ് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ പുള്ളി വളരെ ന്യൂട്രലായിട്ട് അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. പുള്ളിക്ക് ഒരു സ്റ്റെപ്പ് അപ്പ് പുള്ളി പെർഫോം ചെയ്തിരുന്നെങ്കിൽ പുള്ളിയുടെ കരിയറിലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയേണ്ടിയിരുന്നൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ പുള്ളി വളരെ നീറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഒരു കട്ട മുകളിൽ ചെയ്തിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോയിരുന്നു. ആൻഡ് ഇതിൻ്റെ സിനിമറ്റോഗ്രാഫി റോബിയാണ്, നമ്മുടെ കണ്ണൂർ സ്ക്വാഡിൻ്റെ ഡയറക്ടർ. അങ്ങനെ ഭയങ്കര രസമുള്ള ടെക്നിക്കൽ ടീമിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. പിന്നെ മാർട്ടിൻ പ്രക്കാടാണ് പ്രൊഡക്ഷൻ. അപ്പം കുറച്ചും കൂടെ നന്നായിട്ടുള്ളൊരു ക്വാളിറ്റി ഈ സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിൽ മേക്ക് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു പോലീസ് സ്റ്റോറിയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ട് ഒരു റിവെഞ്ച് പരിപാടിയിലോട്ടൊക്കെ പോകുന്ന രീതിയിലുള്ള വളരെ ഇൻട്രിഗിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് പിടിച്ചിട്ടുള്ളത്. ബട്ട് ദ പ്രോബ്ലം ഈസ്, ഒരുപാട് ഗൂസ് ബം സീനുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് കലിപ്പ് തോന്നുന്ന മൊമെൻറ്റ്സ് ഉണ്ട്, ഇടിച്ച് പൊട്ടിക്കടാന്ന് പറയാൻ നമുക്ക് തോന്നുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. ബട്ട് ഇത് കുറച്ച് അധിക കാലമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ എവിടെയോ ഉണ്ട്. സ്ക്രീൻ പ്ലേ അടിപൊളിയാണെങ്കിൽ പോലും സ്റ്റോറി ലൈനിൽ നമ്മൾ കണ്ടിട്ടുള്ള പരിപാടികൾ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ക്യാരക്ടറും, അതായത് കുഞ്ചാക്കോവൻ്റെ ക്യാരക്ടർ ഒരു പരിധിക്കപ്പുറത്തേക്ക് അങ്ങോട്ട് തകർത്ത് മെയ്യുന്നില്ല. അത് വരുമായിരുന്നെങ്കിൽ ഈ പടം വേറെ എങ്ങോട്ടോ പോയാൻ. അതുപോലെ തന്നെ വില്ലൻ പരിപാടികൾ അവന്മാർ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ക്രക്സ് നഷ്ടപ്പെടുന്ന, ഇതിനോട് നമുക്കൊരു ആത്മബന്ധം തോന്നുന്നതിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് കണക്ഷൻ പരിപാടികൾ നമുക്ക് എവിടെയോ ലാക്ക് ചെയ്യുന്നുണ്ട്. പോലീസ് ഓഫീസറിന് തോന്നുന്ന ആ ഒരു വൈരാഗ്യവും കലിപ്പും ഒക്കെ നമ്മളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ചെന്നാലേ ഉള്ളൂ നമുക്കും ആ ഒരു കലിപ്പ് തോന്നത്തുള്ളൂ. അങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളാണ് ഈ സിനിമയ്ക്കത്തുള്ളത്. ക്യാമറ വർക്ക്സ് ആണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്ത എഡിറ്റിംഗ് പരിപാടികളൊക്കെ ആണെങ്കിലും ടോപ്പ് പരിപാടി തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. ആൻഡ് മ്യൂസിക് അടിപൊളിയായിരുന്നു. ജെയ്ക്സ് വിജയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ കണ്ണൂർ സ്ക്വാഡിൻ്റെ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള
ഒരു മ്യൂസിക് പരിപാടികൾ നമുക്ക് കേൾക്കാൻ ഇടയായിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡിൻ്റെ ഒരു ടച്ച് ഈ സിനിമയ്ക്കകത്തുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ആൻ്റണി മോസസിൻ്റെ ഒരു ടച്ച് എവിടെയൊക്കെയോ ഉണ്ട്. അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയാണ്. ഞാൻ ഇത് മമ്മൂട്ടി അഭിനയിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോയിരുന്നു, അല്ലെങ്കിൽ പൃഥ്വിരാജ് അഭിനയിച്ചിരുന്നെങ്കിലും എന്ന് വരെ ആഗ്രഹിച്ചു പോയിരുന്നു. കാരണം അവർക്കൊക്കെ വളരെ സേഫ് സോൺ ആയിട്ടുള്ളൊരു സാധനമാണ്. ആ സ്ഥലത്ത് കുഞ്ചാക്കോവൻ കഷ്ടപ്പെട്ട് പുള്ളി പരിപാടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നും കുറച്ചധികം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ കുഞ്ചാക്കോവിൽ നിന്നും. ഇത് കുറച്ചും കൂടെയൊക്കെ ചെയ്യാൻ പറ്റും. ആ വാഴാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനിയുള്ള സിനിമകളിൽ കുറച്ചും കൂടെ അത് നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്ന ത്രില്ലറായിരുന്നു. ആ ഒരു ഗുമ്മ് കിട്ടിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ആൻഡ് ബാക്കി എല്ലാ സ്റ്റാർസും അവരുടെ പരിപാടികൾ നൈസായിട്ട് ചെയ്യുന്നുണ്ട്. പ്രിയാമണി ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ജഗദീഷ് അവതരിപ്പിച്ച കഥാപാത്രമാണെങ്കിലും, ജഗദീഷ് ഇപ്പം സെയിം ക്യാരക്ടർ പരിപാടികളാണ് വെച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും ഒരു പതുങ്ങിയ സ്വരത്തിൽ സംസാരിക്കുന്ന രീതിയിലുള്ള അച്ഛൻ കഥാപാത്രങ്ങളാണ് ഇപ്പം ഒട്ടുമിക്ക സിനിമകളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറാണ് ഇതിലും ചെയ്യുന്ന, കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മിസ്റ്ററി സോൾവിങ് ഒക്കെ കുഴപ്പമില്ല, ഒരു രസമുണ്ട്. ബട്ട് എനിക്ക് നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ഒരു ഗുമ്മ് കിട്ടിയിട്ടില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. കണ്ടിരിക്കാൻ പറ്റും. നിങ്ങൾ ഈ സമയത്തിനുള്ളിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഒരുപാട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഇങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് നമുക്കിപ്പം ഇങ്ങനത്തെ പരിപാടികൾ മടുത്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ട് ഇങ്ങനത്തെ സിനിമകളിൽ പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, വളരെ പുതുമയുള്ള എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ റൈറ്റേഴ്സ് അത്തരത്തിലുള്ള സ്ക്രിപ്റ്റൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു പല മുൻനിര നടന്മാരും ഇപ്പം ത്രില്ലേഴ്സ് പിടിക്കാത്തതിൻ്റെ കാരണം ത്രില്ലേഴ്സ് മലയാളത്തിൽ വന്ന ഒരു പരുവായി കഴിഞ്ഞു. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പരിപാടി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇത്തിരി ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയാണ്. 5-ാം പാതിരയ്ക്ക് ശേഷം 6-ാം പാതിര വരാൻ ഇത്ര വൈകുന്നതിൻ്റെ കാരണവും അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവരണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞ് ത്രില്ലേഴ്സ് വരുന്നതാണ് നല്ലത്. ഈ സമയത്ത് കുറച്ച് കോമഡി സിനിമകളാണ് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്നതെന്നാണ് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താം. നമുക്ക് മറ്റൊരു റിവ്യൂവിൽ കാണാം. ആൻഡ് നാളെ 2 പടം കൂടെ റിലീസാവുന്നുണ്ട്. ആപ് കൈസേ ഹോയും പിന്നെ നമ്മുടെ ഉണ്ണി മൂന്നിൻ്റെ ഗെറ്റ് സെറ്റ് ബേബി. സോ അത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ ബൈ.